ജയേഷേ, സുമാ മർഡർ കേസിൽ ഇതുവരെ പോലീസിനെ ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതാരാ ചെയ്തതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതാരാ സാറേ? നീ. സാരെന്ത് വർത്താനാണ് പറയുന്നത്? ഞാനാണ് അവരെ കൊന്നതെന്നോ? ഞാൻ എന്തിനാണ് അവർ കൊല്ലുന്നത്? അത് പറയേണ്ട നീയല്ലേ? എനിക്കതിൻ്റെ ആവശ്യമില്ല സാറേ. എനിക്ക് അവരായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. ഒരു അടിപിടി കേസ് പോലും ഇല്ലാത്ത ഞാനൊരു കൊലപാതകം ചെയ്തെന്നോ? ജയേഷേ, വെറുതെ വഴി കൂടെ പോകുന്ന നിന്നെ ഞങ്ങൾക്ക് ഈ കേസ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോടാ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും ആലോചിക്കാനില്ല സാറേ. എനിക്ക് ആ കൊലപാതകത്തെ പറ്റി ഒരു കാര്യവും അറിഞ്ഞോടാ. കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകൾ എന്നെപ്പോലത്തെ പാവങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് നിങ്ങൾ പോലീസുകാരുടെ സ്ഥിരം പരിപാടിയാണ്. വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണ്ട. ചോദിക്കാനും പറയാനൊക്കെ എനിക്കും ആൾക്കാരുണ്ട്. ഭീഷണിപ്പെടുത്തും. ഷർട്ട് അഴിക്കടാ. അവന്റെ അഭ്യാസം മാറ്റടാ. അത് അഴിക്കടാ. അഴിക്ക. ഇനി ഞാൻ പറഞ്ഞു തരണം. കോണടിച്ച് മാറ്റടാ. മാറ്റടാ. അടിച്ചു മാറ്റടാ. ഇരിക്കടാ. ഇരിക്ക്. കുറച്ച് വെള്ളം തരുമോ? കുടിക്ക്. എടാ ജേഷേ, എന്തിനാ വെറുതെ ബലം പിടിച്ച സമയം കളയുന്നേ? ഈ കാണുന്ന ഡീസൻസിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. അറിയാവുന്ന വല്ലതും ഉണ്ടെങ്കിൽ നീ പറഞ്ഞു. നിൻ്റെ താരങ്ങളിലൊക്കെ ഞാൻ നോക്കിയോളാം കേട്ടോ. അല്ലെങ്കിൽ ജയേഷേ, ജയേഷിന് ഇപ്പം ഞങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രനീഷ് സാറിനോട് പറഞ്ഞാൽ മതി. ഞങ്ങൾ പുറത്തേക്കാം. രനീഷേ, നിങ്ങൾ തമ്മിൽ സംസാരിക്കും. ടെൻഷൻ അടിപ്പിക്കണ്ട. ശരി സാർ. ഇനിയിപ്പോൾ ഇവനാകില്ലേ ചെയ്തിട്ടുള്ളത്. ഇവൻ അത്രയ്ക്കൊരു ഹാർഡ് കോറൊന്നുമല്ല. എനിക്കെന്തായാലും സംശയമൊന്നുമില്ല സാറേ, ഇതവൻ തന്നെ. സാറേ, ഇവനും ആ സ്ത്രീയും തമ്മിലൊരു ബന്ധം പോലും കാണാനില്ല. അറ്റ്ലീസ്റ്റ് കോൾ ഡീറ്റെയിൽസ് പോലും അവൻ്റെ കോൺടാക്റ്റ് കാണണ്ടേ? അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവനാവാൻ ചാൻസ് കുറവാണ്. അതൊന്നും നോക്കണ്ട സുബേറെ. ഇവൻ്റെ ഒരു ചാൻസ് ഇപ്പോഴും തള്ളിക്കളയാറായിട്ടില്ല. ചിലരങ്ങനെയാണ്. ക്രിമിനൽ മൈൻഡ്, സൗമ്യമായിട്ടുള്ള പെരുമാറ്റം. എന്തായാലും റനീഷ് ഒന്ന് ചോദിക്കട്ടെ, നമുക്ക് നോക്കാം. ഞാനൊന്ന് നോമ്പ് തുറന്നിട്ട് പറ്റേ സാറേ? നോമ്പ് ഫുഡ്വല്ലോ കേട്ടോ. ഞാൻ എന്തായാലും ഗിരിജനെ വിളിച്ച് പറയാം. നിസ്കരിച്ചിട്ട് വരാം. ആ സൂട്ടുണ്ടോടാ? സാറേ, അത് റിനി സാറിൻ്റെ കയ്യിലാണ്. അല്ല ബ്രോക്കറേട്ടാ, മറ്റേ വെളുത്ത പെൺകുട്ടിയുടെ കാര്യം എന്തായി? മറ്റേ മുടിയുള്ള ഹൈറ്റുള്ള. അല്ല, എൻ്റെ ഇപ്പോഴത്തെ ഈ പോലീസ് ജോലി നോക്കണ്ട. ഞാനേ ബാങ്ക് ടെസ്റ്റ് എഴുതി നിൽക്കാണല്ലോ. എന്തായാലും പാസ്സാവും. അയ്യോ ബോണ്ട്. ആ ഹലോ സാറേ, സ്നാക്സാ? എത്രയാണ് സാറേ? ഓക്കെ സാർ, ഞാൻ വാങ്ങാം. സ്നാക്സ് അത് വർക്ക്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. ജേഷേ, നീ എന്താടാ ഇതുവരെ കല്യാണം ഒന്നും കഴിക്കാൻ? വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കൊണ്ടും ഇതുവരെ ശരിയായിട്ടില്ല സാറേ. അത് മാത്രമാണോ അതോ വല്ല ലവ് ഫെയിലറോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കോലം കണ്ട ആര് പ്രേമിക്കാനാ? എനിക്ക് ചില പെൺപിള്ളേരോട് പ്രേമം തോന്നിയിട്ടുണ്ട്. കയറി മുട്ടാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല സാറേ. നീ എപ്പോഴെങ്കിലും ആ സുമയുടെ വീട്ടിൽ വല്ലതും പോയിട്ടുണ്ടോ? വല്ല ഇലക്ട്രിക് പണിക്കോ പ്ലംബിംഗ് പണിക്കോ വല്ലതും? ഹേയ്, ഞാനിതുവരെ പോയിട്ടില്ല സാറേ. ഒരേ നാട്ടുകാരായിട്ടും ഒരു പരിചയമില്ലേ? ഇല്ല സാറേ. പിന്നെ
അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് സാറേ. നിനക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടോ? ആ പുള്ളിക്കാരി സ്ഥിരം ഫോട്ടോ ഒക്കെ ഇടുന്ന ആളാ? ആ ആ SUMA സുമ ശ്രീധരൻ, സുമ സന്ദീപ്. ലോൺലി സുമ സാർ. ഏ ലോൺലി സുമ. ലോൺലി സുമ. ആഹാ, ഇടലും ഫോട്ടോസൊക്കെ ആണല്ലോ. ആ, ഇനി നീ കമൻ്റ് അടിച്ചിട്ടുണ്ടല്ലോ, ആവേശം. അത് ഓസംനാ സാറേ. ആണോ? നമുക്കൊക്കെ ലൈക്കും കമൻസും അടിക്കാനല്ല സാറേ ഇവരൊക്കെ ഈ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. ഇക്കാലത്ത് അടി കിട്ടാതെ കമൻ്റ് അടിക്കാൻ സോഷ്യൽ മീഡിയയിലല്ലേ പറ്റുള്ളൂ. അതിപ്പോൾ സാറും ചെയ്യാറില്ലേ? ഇത്രയൊക്കെ ആയിട്ടും നീ അവരുടെ ചാറ്റൊന്നും ചെയ്തിട്ടില്ലേ? നമ്മളൊക്കെ ചാറ്റ് ചെയ്താൽ ആര് റിപ്ലൈ തരാണ് സാറേ. സാറ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അതിന് നീ ആദ്യം ഒരു ഹായോ ഹലോയോ ഒക്കെ ഒന്ന് അയച്ചു നോക്കണം. എന്നാലല്ലേ മറുപടി വരുമോ ഇല്ലയോ എന്നറിയാൻ പറ്റൂ. ചാറ്റ് ചെയ്തില്ലെങ്കിലും കമൻ്റൊക്കെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. വാട്ട് എ ഹോട്ടി. അത് ഞാനില്ല സാറേ. ഞാനങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒന്നും ചെയ്യാറില്ല സാറേ. ശരിയായ ജഗദീഷ, ജയേഷല്ല. ജയേഷേ, അന്ന് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ നീ മദ്യപിച്ചിരുന്നതുകൊണ്ട് നീ അവിടെ നിന്ന് കൃത്യമായിട്ട് സ്കൂട്ട് ചെയ്തു. അത് നിൻ്റെ ബുദ്ധി. പിന്നെ പാസ്പോർട്ടിൻ്റെ കേസ് വന്നപ്പോൾ നീ അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. അതെന്നെ മിടുക്ക്. നിൻ്റെ ഈ ബുദ്ധിയും മിടുക്കും ഞങ്ങളുടെ സാറിനും ഞങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതുപോലെ എന്തോ ഒരു കാര്യം നീ ബുദ്ധിപരമായി നിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടി വെച്ചിട്ടുണ്ട്. അതിങ്ങ് പറ. ഒന്നുമില്ല സാറേ. മര്യാദയ്ക്ക് പറഞ്ഞേ. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കുന്നത് കേട്ടോ. നീ പറ. സാറ് വേണമെങ്കിൽ ആ ഗോൾഡ് എടുത്തോ, എന്നെ ഒന്ന് പറഞ്ഞുവിടാൻ പറയൂ സാറേ. ജേഷേ, ഇനി കളി മാറും കേട്ടോ. ശരി. ഫോൺ ഓഫ് താനേ. അവൻ വരവേണ്ടി ടൈം കഴിഞ്ഞല്ലോ. இங்க கவலைப்படாதம்மா, அண்ணன் வருவே. അമ്മ അവൻ വന്ന് ബ്ലോക്കിൽ പെട്ടതാ இருக்கும். വിമാന നിലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോൺ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഫോണിന് കിടക്കുന്നില്ലല്ലോ. ചിലപ്പോ ചാർജ് ഇല്ലാമ ഓഫ് ആതാ இருக்கும். അമ്മ നീങ്ക இப்படி ടെൻഷൻ അടിக்க வேண்டாம். നമുക്ക് ഒരു കാര്യം ചെയ്യാം. എയർപോർട്ടിൽ വിളിച്ച് കേൾக்கிறதுக்கு நம்ம MLA ജോണിച്ചനോട് சொல்லலாம். അന്ന് വന്ന് അവൻ പാസ്പോർട്ട് എടുത്തതിൽ ഒരു ചിന്ന പ്രശ്നം ഇരുന്നതല്ലേ. അമ്മ അത് പരവായില്ല അമ്മ, നമുക്ക് பார்த்து பண்ணலாம். சரியா? അവന് ചുറ്റും ആരോ ഒരു വല വിരിക്കുന്നുണ്ട്. ജേഷേ, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നീ വിട്ടോ. ഇനിയുള്ള കാര്യങ്ങളെങ്കിലും നീ സത്യം മാത്രം പറയണം. ഞാൻ അതിന് ഇതുവരെ നോണമൊന്നും പറഞ്ഞിട്ടില്ല സാറേ. അവിടെ നീ ഒരു തോമസിനെ അറിയാം? ഏത് തോമസ് ആണ് സാറേ? ആ തേയില ഫാക്ടറിയിലെ സൂപ്പർവൈസർ തോമസ്. ആ അറിയാം. നീ അവിടെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടോ? ഞാൻ ഒരു തവണ ആളുടെ വീട്ടിൽ മോട്ടോർ റിപ്പയർ ചെയ്തിട്ടുണ്ട്. നീ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അയാളെ ഫോൺ ചെയ്തിട്ടുണ്ടോ? ഇല്ല സാറേ. ഒന്ന് ഓർത്ത് നോക്കടാ. ഞാൻ പറഞ്ഞില്ലേ ആളുടെ വീട്ടിൽ ചെന്ന് ഒരു തവണ മോട്ടോർ റിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അന്ന് ചിലപ്പോൾ ആളെ വിളിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു വിളിയും ഉണ്ടായിട്ടില്ല. ഉറപ്പാണോ? ഉറപ്പാണ് സാറേ. ഉറപ്പാണ് സാറേ. ജോബേ, ആ തോമസ് പറഞ്ഞ കാര്യങ്ങളൊന്ന് കാണിച്ചു മതി. ഞാൻ ഉദ്ദേശിച്ചത് സുമ കൊല്ലപ്പെട്ട ദിവസം നിങ്ങൾക്ക് ഓർമ്മ വരുന്ന എന്തെങ്കിലും, അതായത് ചേട്ടൻ സംശയം തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം. പ്രത്യേകിച്ചൊന്നുമില്ല സാറേ. അന്ന് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഫാക്ടറി പോയിരുന്നു. എൻ്റെ വീട്ടിലെ മോട്ടോർ കേടായി. അക്കാര്യം ഞാൻ പരിചയമുള്ള ഒരു പയ്യനോട് പറഞ്ഞിരുന്നു. അവൻ നോക്കാമെന്നും പറഞ്ഞു. അവൻ്റെ പേരെന്താ? ജയേഷ് എന്നാണ് സാറേ അവൻ്റെ പേര്. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ഫോണിൽ വിളിച്ചു. അവൻ ദേ ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അവൻ വന്നില്ല. പിന്നെ ഞാൻ അവനെ വീണ്ടും വിളിച്ചു നോക്കി. അവൻ എടുത്തില്ല. പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞ് വന്ന് ആ മോട്ടോർ നന്നാക്കി തന്നത്. പിന്നെ ഞാനിപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നീ എന്ന് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത എന്തായിരുന്നു എന്ന്. അന്നേരം അവൻ പറഞ്ഞു അവൻ എറണാകുളം വരെ അത്യാവശ്യമായിട്ട് പോകേണ്ടതുകൊണ്ട് പറ്റിയതാണ്. പക്ഷേ പറഞ്ഞതിലൊരു സംശയമുണ്ട് സാറേ. എന്തോ ഒരു വിശ്വാസക്കുറവ് പോലെ. തോമസ് ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലല്ലേ സുമയുടെ വീട്? ഒരു 1/2 കിലോമീറ്റർ ദൂരം വരും. പുള്ളി പറഞ്ഞത് കേട്ടില്ലേ?
എന്താ നിനക്ക് പറയാനുള്ളത്? സാറേ, ഞാൻ അങ്ങനെ തന്നെ ചെല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങേർക്ക് 10-60 വയസ്സ് കഴിഞ്ഞു. വെറുതെ ഓർമ്മയില്ലാതെ ഓരോന്ന് വിളിച്ച് പറയാൻ. എന്നോട് അങ്ങേര് മോട്ടർ നോക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. അതും പറഞ്ഞു ഒരു ദിവസം രാവിലെ തൊട്ട് അയാൾ വിളിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ മനഃപൂർവ്വം ഫോൺ എടുക്കാതിരുന്നതാ. അല്ലാണ്ട് അങ്ങേര് പറയുന്നത് പോലല്ല സാറേ കാര്യങ്ങൾ. നീ എന്തിനാ കൊച്ചിക്ക് പോയത്? കുറച്ച് സ്പെയർ പാർട്സ് വാങ്ങാൻ പോയതാ. അപ്പോൾ നീ പറയുന്നത് തോമസ് ഏട്ടന് ഓർമ്മക്കുറവുണ്ടെന്നാ ഇല്ലയോ? അതെ സാർ. ഓർമ്മക്കുറവെങ്കിൽ ഓർമ്മക്കുറവ്. നിന്റെ ബൈക്കിൻ്റെ കളർ എന്താ എനിക്ക് ഓർമ്മയുണ്ട്? ബ്ലാക്ക് കളറാണ്. നിന്റെ ബൈക്കിൻ്റെ ഫോട്ടോ മൊബൈലിലെങ്ങാനും ഉണ്ടോ? ഫോണിലെ ചിലപ്പോൾ കാണും സാർ. എന്താടാ നോക്കി ഡ്രസ് എടുത്തിട്ട് എണീക്കടാ. ഗോവ ബൈക്ക് മുമ്പ് ജയേഷ് ഉപയോഗിച്ചിരുന്ന ബൈക്കാണ്. നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണം. ഹബീബിൽ കൂടെ. ആ ഹബീബ് സാർ എൻ്റെ കൂടെ ഉണ്ട്. കൊടുത്തേ. ആ ഞാൻ കൊടുക്കാം. ആ സാർ. ആ ഹബീബേ, ഞാൻ അയച്ച ബൈക്കിന്റെ ഫോട്ടോ നിങ്ങൾ ഇപ്പൊ തന്നെ പത്രക്കാരൻ സുരേന്ദ്രനെ കാണിക്കണം. സാർ. അയാൾ അവിടെ കണ്ട ബൈക്ക് ഇത് തന്നെയാണെന്ന് ചോദിക്കണം. അഭിനേ, ഒരു യമഹ FC ബൈക്കിന്റെയും ഒരു പൾസറിന്റെ ഫോട്ടോ കൊണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് മൂന്നും കൂടെ അയാളെ കാണിച്ചാൽ മതി. അല്ലാണ്ട് ജയേഷിന്റെ ബൈക്കിന്റെ മാത്രം അയാളെ കാണിക്കണ്ട. മനസ്സിലായോ? ഓക്കെ സാർ, ഇപ്പൊ തന്നെ പോകാം സാർ. എന്നാ ശരി. സാറേ, ഇന്നലെ വർക്കുണ്ടായ കാരണം അവിടെ വെച്ച് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ആകെ വയ്യാണ്ടായി. ഒരു 10 മിനിറ്റ് കണ്ണടിച്ചോട്ടെ. എടാ, ഓടുന്നവനും ഓടിക്കുന്നവനും ഒരുപോലെ തന്നെയാകരുത്. അത് നീ മനസ്സിലാക്കണം. സാറേ, ഇവൻ ഉറങ്ങണമെന്ന്. ആണോ? ഒരു കാര്യം ചെയ്യാം. ജോവേ സാർ, ആ ലാപ്ടോപ്പ് എടുത്തിട്ട് ആ കവിത പറഞ്ഞ കാര്യങ്ങൾ ഇവരൊന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ സാർ. എൻ്റെ ഉറക്കം പോട്ടെ. ചെല്ലടാ. പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. നിങ്ങളെ പോലത്തെ നേഴ്സുമാരൊക്കെ ഇങ്ങനെ പേടിച്ചാലോ? ഏയ് പേടിയൊന്നുമില്ല സാർ. എന്നാ പിന്നെ അന്ന് കണ്ട കാര്യങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. അന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ബസ് ഇറങ്ങി നടന്ന് വീട്ടിലേക്ക് വരുമായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞെന്ന് പറയുമ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും? ഏകദേശം ഒരു 1 മണി കഴിഞ്ഞ് 1:30 ആയിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ പുറകിൽ നിന്നൊരു ബൈക്കിന്റെ ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ ഒരാള് ബൈക്കും കൊണ്ട് സുമിച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് കണ്ടത്. അങ്ങനെ ഞാനും നടന്ന് വീട്ടിലേക്ക് പോകുന്നു. അവിടെ കണ്ട ബൈക്ക് ഏതാണ്ട് എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും ചോദിച്ചാ, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ബൈക്ക് ഉണ്ട്, ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. ഏകദേശം അതേപോലെയൊക്കെ ഇരിക്കും. വണ്ടിയുടെ കളർ ഓർമ്മയുണ്ടോ? ഒരു ബ്ലാക്ക് കളർ ആണെന്നാണ് എന്റെ ഓർമ്മ. ഈ കേസിൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു പയ്യനെ സംശയിക്കുന്നില്ലേ? അവനെ പോലെ ഉണ്ടായിരുന്ന ആള്? ഏത് അഖിലോ? അവനേക്കാളൊക്കെ നല്ല പ്രായമുണ്ട് സാർ അവന്. അയാൾക്ക് ഏകദേശം എത്ര പ്രായം തോന്നും? ഏകദേശം ഒരു 38-40. അയാളുടെ ഡ്രസ്സിങ് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? പാന്റും ഷർട്ടും ആണെന്നാണ് ഓർമ്മ. അന്ന് അവിടെ കണ്ട ആളിനെ പറ്റിയ പെങ്കുച്ചു പറയാൻ കേട്ടില്ലേ? എന്തെങ്കിലും പറയണ്ടോ? ഞാൻ എന്ത് പറയാനാണ് സാറേ? ആ വീട്ടിൽ ഒരു കൊലപാതകം നടന്നതല്ലേ. അപ്പോൾ അവിടെ ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടാവും. അത് ആരാണെന്ന് ആരും കൃത്യമായിട്ട് പറഞ്ഞില്ലല്ലോ. എടാ ജയേഷേ, ആ വന്നവൻ നിന്നെപ്പോലെ ഒരുത്തനാണെന്ന് ആ പെങ്കൊച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അവൾ കണ്ട ബൈക്കും ഏകദേശം നിന്റെ ബൈക്കിനെ പോലെ തന്നെയാണ്. മനസ്സിലായോടാ? ഏതോ ഒരുത്തൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോണത് അവൾ കണ്ടു. സോറി, അത് ഞാനാണെന്ന് അവൾ പറഞ്ഞിട്ടില്ലല്ലോ. വെറുതെ എന്തിനാണ് സാറേ ഞാൻ അറിയാത്ത കാര്യം എൻ്റെ പെടലിക്ക് വയ്ക്കുന്നത്? തോമസ് ഏട്ടന് ഓർമ്മയില്ല, കവിതയ്ക്ക് കാഴ്ചയില്ല അല്ലേ? ഓരോരുത്തർ വായിൽ തോന്നിയ കാര്യങ്ങൾ പറയുന്നെന്ന് വെച്ച് ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തെന്ന് പറയുന്നു. എന്താ പൊണ്ണു സാറേ, ഞാൻ ചെയ്തിട്ടില്ല. എടാ, ചെയ്യാത്ത കാര്യം നീ സമ്മതിക്കണ്ട. ചെയ്ത കാര്യം മാത്രം സമ്മതിച്ചാൽ മതി. പറയടാ. റിനീഷേ, നമുക്ക് രാത്രി ഫുഡ് എന്താ വേണ്ടേ? നമുക്ക് പൊറോട്ടയും ചിക്കനും പറയാം. നിനക്കെന്ത് പറയണം? എനിക്ക് ഒന്നും വേണ്ട സാറേ, എന്നെ ഇവിടെ നിന്ന് ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി. എന്തായാലും നീ ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ? ഇത്ര നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. റനീഷേ, ഒരു മട്ടൻ ബിരിയാണി പറഞ്ഞേ. പിന്നെ ആ പൊട്ടനോട് പോയി തന്നെ വാങ്ങാൻ പറയണം. അത്രേ ഉള്ളൂ. എടാ, ആ ഡ്രൈവർ നവാസിൻ്റെ നമ്പർ ഉണ്ട് എൻ്റെ? നവാസിൻ്റെ നമ്പർ സാധ്യത കുറവാ. ഇല്ല. എന്നാൽ നീ നവാസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിച്ചേ. ശരി സാർ.
സുമ ചേച്ചി കൊല്ലപ്പെട്ട ദിവസം രാവിലെ ഞാൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു ഓട്ടം പോകുമ്പോൾ സുമ ചേച്ചിയുടെ വീടിന് മുന്നിൽ എത്തിയ സമയം ഒരാൾ സുമ ചേച്ചിയോട് സംസാരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അയാൾ പാന്റും ഷർട്ടുമാണ് ഇട്ടിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സമയം ഏകദേശം 11 മണിയായി കാണും. ആരാണ് ആ കൊലപാതകം ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ രാവിലെ പോകുമ്പോൾ സുമ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളെ എനിക്ക് സംശയമുണ്ട്. ജയേഷേ, ഈ കേസിൽ നവാസിന്റെ സംശയം ശരിയായിരിക്കും തെറ്റായിരിക്കും? ഓരോരുത്തർക്കും ഓരോരോ സംശയങ്ങളല്ലേ സാറേ. ചിലത് തെറ്റായിരിക്കും, ചിലത് ശരിയായിരിക്കും. അത് നിങ്ങളല്ലേ തെളിയിക്കേണ്ടത്. ശരിയാടാ, ഞങ്ങൾ ഈ പോലീസുകാർക്ക് സാധാരണക്കാർക്കില്ല, സംശയം ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിനക്ക് ഞങ്ങളെക്കാൾ വലിയ സംശയം അതെന്താടാ? എന്തായി ഗോപ? സാറേ കാണാമോ? ആ, ഒരു മിനിറ്റ്. സാറേ, ഞങ്ങളിപ്പോൾ ഉള്ളതേ പത്രക്കാരൻ സുരേന്ദ്രന്റെ വീട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിലാണ്. സാറ് പറഞ്ഞ പോലെ 3 ബൈക്കിന്റെ പടം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പാഷൻ പ്രോ പോലത്തെ ഒരു വണ്ടിയാന്നാ പറഞ്ഞത്. അയാളോട് ഉണ്ട് കൊടുക്കാം. സാർ ലൈനിലോട്ടോ സംസാരിക്കും. നമസ്കാരം സാറേ. എടോ, കൊലപാതകം നടന്ന ദിവസം താൻ അവിടെ ചെന്നപ്പോൾ ഒരു ബൈക്ക് കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതൊന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞേ. അന്ന് ഞാൻ പത്രത്തിൻ്റെ പൈസ സുമ തരാനുള്ളത് കൊണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്നിട്ട് ഞാനൊരു 4 പ്രാവശ്യം കോളിംഗ് ബെല്ലടിച്ചു. എന്നിട്ട് അനക്കൊന്നും കണ്ടില്ല. കഥ കാണുന്നുണ്ടെങ്കിൽ അടച്ചു വിട്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നത് ശ്രദ്ധിച്ചത്. പിന്നെ പടിയിലൊരു ചെരുപ്പുണ്ടായിരുന്നു. ആണുങ്ങളുടെ ചെരുപ്പായിരുന്നു അത്. എന്നിട്ട് ഞങ്ങൾ നാട്ടിൻപുറത്തുകാരായിരുന്നുകൊണ്ട് ഈ ചെറിയൊരു സംശയം. ഏത് ഞാൻ അവിടെയൊക്കെ ഒന്ന് നോക്കി, പക്ഷെ ആളനക്കൊന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങ് വന്നു. അവിടെ കിടന്നു എന്ന് പറയുന്ന ചെരുപ്പില്ലേ, അതെങ്ങനെയുള്ളായിരുന്നു? അത് ഈ പുറകില് വള്ളിയൊക്കെ ഉള്ള ആണുങ്ങളിടുന്ന ചെരുപ്പില്ലേ സാറേ, വലിച്ചൊട്ടിക്കുന്നേ. പിന്നെ അവിടെ കണ്ട ബൈക്കിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? അതൊരു കറുത്ത കളറിന്റെ ബൈക്കാ സാറേ. ഇപ്പൊ ഈ ഗോപൻ സാറ് കാണിച്ച ബൈക്കില്ലേ, ഏതാണ്ട് അങ്ങനെയുള്ളൊരു ബൈക്കാ സാറേ. എങ്ങനെയെങ്കിലും ഈ പ്രതിയെ പിടിക്കണം സാറേ. ഞങ്ങൾ ഈ നാട്ടുകാരാണ് ഇതിനകത്ത് കിടന്ന് ബുദ്ധിമുട്ടുന്നത് ഈ പോലീസുകാരെ കൊണ്ട്. ഞാനീ ആ ദിവസം പത്രത്തിന്റെ പൈസ വാങ്ങാൻ ആ സമയത്ത് പോയി എന്നുള്ളതാണ് എന്റെ മേലുള്ള സംശയം സാറേ. എങ്ങനെയെങ്കിലും അവനെ പിടിക്കണം സാറേ. ആളെയൊക്കെ നമുക്കറിയാം. ശരി സാറേ. എടാ, നിന്റെ അമ്മ നിന്നെ കാണാനില്ല എന്നിട്ട് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഫോണിൽ നിന്ന് അമ്മയെന്ന് വിളിച്ചേ. എന്തു പറയും നീ? അതിപ്പോ നീ ഒരു ക്യാഷ് ഡീലിങ്സിന്റെ കാര്യത്തിൽ ടൗണിലുണ്ടെന്ന് പറയാം. അതെന്തിനാ സാറേ ഞാൻ അങ്ങനെ നുണ പറയണത്? എന്നാ പിന്നെ ഒരു കൊലപാതക കേസിൽ ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കാന്ന് പറയടാ. അയ്യോ വേണ്ട സാറേ, അമ്മയ്ക്ക് പ്രഷറോ ഷുഗറോ ഒക്കെ ഉള്ളതാ. ഇവൻ വിളവെടുത്തോണ്ടിരിക്കുകയാണ് സാറേ. ഇവൻ്റെ അമ്മ തലകുത്തി വീഴുകയോ തലകറങ്ങി വീഴുകയോ എന്തുവേണോ ആയിക്കോട്ടെ, അവനെ നമ്മൾ രക്ഷിക്കാൻ നോക്കത്തോറും അവൻ നമുക്കിട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. സാറെ അങ്ങോട്ട് വിളിക്കുക സാറേ. സാർ പറയണ പോലെ ഞാൻ പറഞ്ഞോളാം. അവൻ വിളിക്കുന്നുണ്ട്. മോനെ നീ എവിടെയാ? അമ്മ, ഞാനിവിടെ ടൗണിലുണ്ട്. ഞാനൊരു ക്യാഷ് സെറ്റിൽമെന്റിന് ഇവിടെ നിൽക്കുകയാണ്. കുറച്ച് ലേറ്റായിട്ട് ഞങ്ങെത്തും. മോനെ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഫോണില്. അത് ഫോൺ ചാർജ് പോയതാണ്. ഞാൻ വരാം, നിങ്ങൾ പേടിക്കണ്ട. ഹലോ ഹലോ, കട്ടായി പോച്ചു. എന്താടാ ജേഷേ, ഭയങ്കര ക്ഷീണം പോലെ തോന്നുന്നുണ്ടല്ലോ. ക്ഷീണം ഉണ്ടാവും. മട്ടൻ ബിരിയാണി കഴിച്ചാൽ നല്ല ഉറക്കം കിട്ടും രാത്രിയിൽ. അല്ല ജയേഷേ, നീ 2 ദിവസം ഉറക്കമൊഴിഞ്ഞ് ഓവർടൈം ചെയ്തൊക്കെ വന്നതല്ലേ, ഈ നൂടി ഉറക്കം കളഞ്ഞാലോടാ? ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കില്ല സാറേ. 2 ദിവസമായി ഉറക്കമില്ലാത്ത കാരണം ഞാൻ ചിലപ്പോൾ പ്രഷർ അടിച്ച് താഴെ വീഴും. നീയല്ലേ ഇപ്പൊ വീട്ടുകാരെ വിളിച്ച് കുഴപ്പമൊന്നുമില്ല, ഞാനൊരു ക്യാഷ് സെറ്റിൽമെന്റിൽ നിൽക്കാന്ന് പറഞ്ഞു. നാളെ നേരം വെളുക്കുമ്പോൾ നീ ഒരു മരക്കൊമ്പി തൂങ്ങിയെന്നാലും ഞങ്ങളെ ആരും സംശയിക്കില്ല. അതുകൊണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് നിന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കും ജയേഷേ. സംശയമുണ്ടോ? സാറി പറഞ്ഞതുപോലെ ഞാനൊരു മരക്കൊമ്പിൽ തൂങ്ങി നിൽക്കേണ്ടി വന്നാണ് ശരി. ഞാൻ ചെയ്യാത്ത ഒരു കുറ്റം എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ജയേഷ് 38 വയസ്സ്, സൺ ഓഫ് ശിവരാമൻ, തുണ്ടിപ്പറമ്പിൽ ഏഴിക്കുന്നം എന്ന ആളോട് ചോദിച്ചത് പറഞ്ഞത്. എൻ്റെ നാട്ടിലുള്ള സുമ എന്ന സ്ത്രീയെ ആരോ കൊലപ്പെടുത്തിയ കാര്യം എൻ്റെ അയൽവാസി മനോജേട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. കൊലപാതകം നടന്ന ദിവസം ഞാൻ രാവിലെ ഏകദേശം 8 മണിയോടെ എൻ്റെ വീട്ടിൽ നിന്നും ജോലിക്ക് പോയി. ഏകദേശം 8:45 പാമ്പനാറുള്ള എൻ്റെ ഷോപ്പിൽ ഞാനെത്തി. ഇത് നീ പോലീസിനോടുത്ത മൊഴിയാണ്. ഇതിൽ വൈകിട്ട് 5 മണി വരെ നീ കടയിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യായിരുന്നാണ് പറഞ്ഞ അല്ലേ? അതെ.
ജോബി അന്നത്തെ കോൾ ഡീറ്റെയിൽസും മൊഴിയും തമ്മിൽ ഒത്തുനോക്കിയിട്ട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തേ. സർ, സാർ അന്ന് രാവിലെ 8:05 ജയേഷ് വീട്ടിൽ നിന്ന് ഇറങ്ങി. 8:48 ആയപ്പോൾ ഷോപ്പിൽ എത്തുകയും ചെയ്തു. ഇതുവരെ ജയേഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് സാർ. പക്ഷേ അത് കഴിഞ്ഞ് 5 മണി വരെ ഷോപ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം തെറ്റാണ് സാർ. അന്ന് രാവിലെ 10:05 തോമസിന്റെ ഫോൺ കോൾ വരുന്നു, ജയേഷ് ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് 11:08 മുതൽ 12:55 വരെ ഇവന്റെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് കീരിക്കരയാണ്. അതായത് കൊല്ലപ്പെട്ട സുമയുടെ വീടിന്റെ ലൊക്കേഷൻ. പിന്നെ ഉച്ചയ്ക്ക് 1:45 നിന്റെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് കുരിശമലയാണ്. അവിടെ നിന്നാണ് സുമയുടെ രക്തം പുരണ്ട തുണികളടങ്ങിയ ബാഗ് കണ്ടെടുത്തത്. മൊബൈൽ ടോർച്ച് അടിച്ച്. ജേഷേ, നിന്റെ കോൾ ഡീറ്റെയിൽസും ലൊക്കേഷൻ മാപ്പും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. തോമസ് ചേട്ടനോട് നീ പറഞ്ഞ കൊച്ചിയിലാണെന്നാണ്. പോലീസിന് കൊടുത്ത മൊഴിയിൽ വൈകുന്നേരം വരെ കടയിലായിരുന്നു എന്നാണ്. പക്ഷെ കോൾ ഡീറ്റെയിൽസ് പ്രകാരം നീ അന്ന് കൊല്ലപ്പെട്ട സുമയുടെ വീടിന്റെ ലൊക്കേഷനിലായിരുന്നു. മൊത്തത്തിലൊരു ചേരായ്മ ഉണ്ടല്ലോ ജയേഷേ, നീ ഒന്ന് തെളിച്ചു പറ. ഞാനതൊന്നും ഓർക്കുന്നില്ല സാറേ. അല്ലെങ്കിൽ തന്നെ 1-2 കൊല്ലം മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ഓർത്തിരിക്കാനാണ്? പോലീസ് നായ നിന്നെ മണത്ത് പിടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലടാ നീ ആ ബോഡി കാണാൻ വീട്ടിൽ പോകാതിരുന്നേ. എൻ്റെ പൊന്നു സാറേ, ഞാൻ ജോലിക്ക് പോയാലേ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കൂ. എൻ്റെ ജോലിയും കളഞ്ഞ് യാതൊരു ബന്ധവും പരിചയവും ഇല്ലാത്ത അവരെപ്പോലെ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കാണാൻ പോകേണ്ട ആവശ്യം എനിക്കില്ല. എന്തൊരു കഷ്ടമാണിത്. എനിക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല എന്ന് ഞാൻ എത്ര പ്രാവശ്യമായി പറയുന്നത്. ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. ഒരു കൊട്ടേഷൻ എടുത്താൽ കൃത്യമായിട്ട് പണിയാൻ പഠിക്കാം. ഇത് കാശ് തന്നോട് ഞാൻ എന്നാ പറയാനാ? ഇനി അത് ഇതും പറഞ്ഞ് അടികൂടണ്ട. അകത്ത് പോയിട്ട് 2 മിനിറ്റ് കിടന്ന് ഉറങ്ങാം. നാളെ നോക്കാം ബാക്കി. ഈ മാസം ഊളകളായിട്ടും മേലെ പണിക്കുളിച്ച കേട്ടാ പോണേ. എന്റെ ഫോൺ ഒഴികെ ബാക്കിയെല്ലാം ഓഫ് ചെയ്ത് വെച്ചു. നാളെ രാവിലെ അല്ലേ വക്കീൽ വിളിക്കുള്ളൂ. അപ്പൊ അങ്ങോട്ട് ഓൺ ചെയ്താൽ മതി. ഇപ്പൊ അങ്ങനെ നീ മാത്രം ഓൺ ചെയ്ത് ഇനി ഉണ്ടാക്കണ്ട. നിനക്കത് പറയാം, വക്കീൽ എന്നെ വിളിക്കുള്ളൂ. ആരാ? എന്താടാ? എന്താ ഇവിടെ? നീ ആരടാ? നീ ആരാടാ? പോയ വീട്ടിൽ പോയെ. നീ ആരടാ? ഇവിടെ നിന്ന് കറങ്ങാതെ പോടാ. അത് പറയാൻ നീ ഏതടാ? എന്താ നിന്റെ പ്രശ്നം? പോലീസാ. പോയെ. പോലീസ് കുറച്ച് വെള്ളം എടുത്തേക്ക്. കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോകണം. വേണ്ട, എനിക്ക് പ്രഷർ കയറിയതാ. എങ്ങനെ കയറായിരിക്കും? സമയത്തിന് മരുന്ന് കഴിക്കത്തില്ല, കോപ്പം ചെയ്യത്തില്ല. നമുക്ക് ഡോക്ടറെ നാട്ടാലോ? വേണ്ട, ഓക്കെ. അവനോടെ ജേഷേ, ഞാനിവിടെ ഇവിടെ ഉണ്ട്. മാറിയില്ലേ? ഇനി ഇവിടെ സേഫ് അല്ല. കാര്യങ്ങളൊക്കെ ഒഫീഷ്യലാക്കാം. പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. ജോബേ, എല്ലാം ബാക്കി ഓക്കെ അല്ലേ? തറക്കിടന്ന് പേപ്പറൊക്കെ വായിക്കും.
മൂക്കിലോട്ടി അതന്നെ കൊടുക്ക് അതന്നെ പരിപാടി തീർന്ന അതൊക്കെ ഇറങ്ങാം. അയ്യോ നമ്മൾ പോവാണ് സാറേ. അപ്പൊ നീ ഇവിടെ നടന്നു അറിഞ്ഞില്ലേ? അപ്പൊ കുറ്റം സംഭവിച്ചു അല്ലേ? നീ അതേ ആ ബൂട്ടൂറിന് സാധനങ്ങൾ കയറ്റി വെച്ചു. ഡിക്കി തുറക്കടാ. ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കടാ അകത്തോട്ട്. എന്താ സാറൊക്കെ ഇട്ടിട്ട് ചോരാ? ഇവന്റെ പണിയാവല്ലേ? നീ നീ എന്റെ പണി നോക്ക്, വെട്ടി എടുത്ത് പോയി. നീ പോയി വണ്ടി എടുക്കണ കാര്യം നോക്ക്. തനിങ്ങോട്ട് വന്നേ.